ഒതുക്കി കളയാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇവിടെ. കാരണം ഒരു 10 പേര് പറഞ്ഞാൽ മതി അവൻ അഹങ്കാരിയാണ്, അവൻ ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്കും വലിയ പാടാണ് നിലനിന്ന് പോകാൻ. ഒരു സിനിമ ഓടി കുറച്ച് അഹങ്കാരമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് പിന്നെ പടമില്ലാണ്ടായി പോകും. ഒതുങ്ങിപ്പോയ അങ്ങനെ ഒതുക്കപ്പെട്ട ആൾക്കാരുണ്ട്, ഒതുങ്ങിപ്പോയ ആൾക്കാരുണ്ട്, അതിലിരിപ്പുണ്ടാണ് പലർക്കും. നമ്മൾ സിനിമയിൽ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ഡിസിപ്ലിൻ അത് പാലിക്കാതെ പോകുമ്പോൾ ഒതുങ്ങിപ്പോകുന്ന ചില ആൾക്കാരുണ്ട്. ബേസിൽ നമ്മൾ കാണുമ്പോൾ ബേസിലെ തിരയില് ലാസ്റ്റ് ടെസ്റ്റിന്റെ എന്ന് വെച്ചാൽ അതിന്റെ ഏട്ടന്റെ മുകളിലുണ്ടായിരുന്ന അസോസിയേറ്റ്സ് ഉണ്ട്, ഗണേഷ് ഉണ്ട്, അഭിനവ് ഉണ്ട്, എല്ലാവരും സിനിമ ചെയ്തു. ബേസിലാണ് ഏറ്റവും ലാസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. പക്ഷെ ബേസിലാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ഫസ്റ്റ് സിനിമ ചെയ്യുന്നത്. കുഞ്ഞിരാമായണം ചെയ്തു. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ആരുടെ ഫേറ്റ് എന്താവും, ഇതിലെന്താവും, ആര് എത്ര കാലം നിൽക്കും, സസ്റ്റെയിൻ ചെയ്യും, സർവൈവ് ചെയ്യും. ഒരുപാട് സിനിമേനെ സ്നേഹിച്ച് ഒരുപാട് കാലം സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഒരു സിനിമ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു 100 അസോസിയേറ്റ്സ്മാരുണ്ട്, ഡയറക്ട് ചീഫ് അസോസിയേറ്റ്മാരുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് തന്നെ എത്രയോ പേരുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും ഒരു കഥയും കൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഭാഗ്യം ഇതിന്റെ വലിയ ഫാക്ടറാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ അത് ഭയങ്കര വലിയ ഫാക്ടറാണ്. നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ ആൾക്കാരോട് എങ്ങനെയാണ്, കാരണം ഒതുക്കിക്കളയും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ.